എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നലെ തൊട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, എനിക്കടക്കം എല്ലാവർക്കും ഈ ആറ്റുകാൽ പൊങ്കാല റിലേറ്റഡ് ആയിട്ടുള്ള റീൽസും വീഡിയോസും ഒക്കെ ആയിരിക്കും എന്തായാലും ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഓൺലൈൻ മീഡിയാസ് മൊത്തം ബാക്കി എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയിട്ടുള്ള ആൾക്കാരെ ഷൂട്ട് ചെയ്ത് തിരക്കിലായിരുന്നു. അതിനിടയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു. സീരിയൽ ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന റനീഷ എന്ന് പറയുന്ന ആളുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ആൾ ആദ്യം ഇട്ട റീല് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നോമ്പ് തുറന്ന് ധൃതിയിൽ ബാഗ് പാക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല കൂടാനാണ് കേട്ടോ. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ ഷൂട്ടിന് വേണ്ടി ട്രിവാൻഡ്രം വന്നു പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊങ്കാല സമയത്ത് ട്രിവാൻഡ്രം നിൽക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഒരുപക്ഷെ ഇത്തവണ വരാനായിരിക്കണം നിമിത്തം. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന്റെ മറ്റൊരു പേര്. ലോകത്തിലെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു ഉത്സവം എന്ന നിലയ്ക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ആറ്റുകാൽ ക്ഷേത്രത്തിന് സ്ഥാനമുണ്ട് കേട്ടോ. റെഡിയായി നേരെ താഴെ റിസപ്ഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ദേ നിൽക്കുന്നു പാലക്കാടിൽ നിന്നും വന്ന ഒരു വലിയൊരു കൂട്ടം. ഇവർ പാലക്കാടിൽ നിന്നും ബസ്സിലാണ് വന്നത്. അവർ തന്നെയായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് പൊങ്കാലയിട്ടതും. എൻ്റെയും ചിന്നുടെയും ലൈഫിൽ തന്നെ ഫസ്റ്റ് പൊങ്കാല ആയതുകൊണ്ട് പല സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഈ ചേച്ചിമാർ തന്നെയാണ് ഞങ്ങളുടെ പല ഡൗട്ട്സ് പറഞ്ഞു തന്നതും ഞങ്ങൾക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്തതും. പൊങ്കാല ഇടുന്നതിൻ്റെ ഒരു വിശ്വാസം എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ കേട്ടപ്പോൾ. അതായത് മൺപാത്രത്തെ നമ്മുടെ ശരീരമായിട്ട് കരുതും. അതിലേക്കിടുന്ന അരി നമ്മുടെ മനസ്സായും സങ്കല്പിക്കും. ഓക്കെ, അതായത് ഇവര് ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ പോയ ഒരു അനുഭവവും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ പറയുന്നുള്ളത്. ഇതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 80% ആൾക്കാരും ഈ ഒരു വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആൾക്കാരുടെ വ്യാകുലത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റംദാൻ മാസമാണ്, അതായത് നോമ്പെടുക്കുന്ന സമയമാണ്. ഈ ഒരു പുണ്യ റമദാനിൽ തന്നെ നിങ്ങൾ എന്തുകൊണ്ട് അന്യമതത്തിൽപ്പെട്ട ആൾക്കാർ ആചരിച്ചു വരുന്ന ഒരു അനുഷ്ഠിച്ചു വരുന്ന ഒരു അതിനിപ്പോ പറയാ ഒരു ആചാരത്തെ നിങ്ങൾ എന്തിന് അതിനെ അനുകൂലിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു പോയിട്ട് പൊങ്കാല ഇട്ടു, നിങ്ങൾക്ക് അങ്ങനെ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ചിട്ട് ഈ പുണ്യ മാസത്തിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ആൾ ആദ്യം അതൊക്കെ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ഫാമിലിനെ അത് ബാധിച്ചു തുടങ്ങിയ സമയത്താണ് ഏകദേശം 2-3 കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഫാമിലിനെ അത് എഫക്ട് ചെയ്തു എന്ന് തോന്നിയപ്പോഴാണ് ആ ഒരു എക്സ്പ്ലനേഷനുമായിട്ട്, ദാറ്റ്സ് നോട്ട് എൻ എക്സ്പ്ലനേഷൻ, ആളുടെ ഒരു സൈഡ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. നമുക്ക് എന്തായാലും ആ വീഡിയോന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം. ഹലോ, ഇന്നലെ ഞാനൊരു പൊങ്കാല ഇട്ടു. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തില് അമ്മയ്ക്ക് വേണ്ടി ഒരു പൊങ്കാല ഇട്ടു. അപ്പൊ പൊങ്കാലയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ അതിനേക്കാൾ തിരക്കാണ് ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് കമന്റ് സെക്ഷനിൽ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്ന ക്യൂ. എന്തുമാത്രം നെഗറ്റിവിറ്റി എനിക്ക് കിട്ടുന്നതെന്നറിയോ. അപ്പൊ രാവിലെ മുതൽ ഞാനിത് കാണുന്നുണ്ട്. അപ്പോ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇഗ്നോർ ചെയ്തേക്കാം, എനിക്കറിയാലോ ഞാൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വിട്ടു. പക്ഷെ ഇതിങ്ങനെ കൂടി വരും. അതിൽ 2-3 കമന്റ്സ് എനിക്ക് ഡിലീറ്റും ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ വീട്ടുകാർ ഒരുപക്ഷെ കണ്ട് ഹേർട്ട് ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരു 3 കമന്റോളം ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു മറുപടി കൊടുക്കണം, ഇത് നിൽക്കുന്നില്ല. ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജോലിയില്ല, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി, ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രഹസനമാണെന്നാണ് ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ പറയുന്നത്. രണ്ടാമതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇത് വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്റ്റോട് കൂടെ ചെയ്തതല്ല, ചുമ്മാ ഒരു ഷോ ഓഫ് പ്രഹസനം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർക്കൊരു മറുപടി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. ഈ ഫസ്റ്റ് പറഞ്ഞല്ലോ ജോലിയില്ല ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മാസവും 1 തൊട്ട് 15 വരെ ഫ്ലവേഴ്സ് ചാനലിൽ സുഗമോ ദേവി എന്നുള്ളൊരു സീരിയൽ ഞാൻ ചെയ്യുന്നുണ്ട്. 16 തൊട്ട് 30-ാം തീയതി വരെ സീ കേരളത്തിൽ ചെമ്പരത്തി എന്നുള്ളൊരു സീരിയൽ ചെയ്യുന്നുണ്ട്. 30 ദിവസമല്ലേ ഉള്ളൂ ഒരു മാസത്തിൽ. അപ്പൊ ആ 30 ദിവസം എനിക്ക് വർക്ക് ഉണ്ട്. ഇത് കൂടാതെ ഇൻസ്റ്റാഗ്രാം കൊളാബറേഷൻ, വേറെ വീഡിയോസ്, പ്രൊമോഷണൽ വീഡിയോസ്, അതുമല്ലാതെ ഇനോഗ്രേഷൻസ്, വ്ളോഗിങ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ജോലിയുണ്ട്, കൂലിയുണ്ട്, സമ്പാദ്യമുണ്ട്, ഞാൻ നല്ല രീതിയിൽ ഒരു ഫാമിലി റൺ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായല്ലോ. ഇനി രണ്ടാമത് പറഞ്ഞത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണെന്ന്.
വെറുതെ പ്രഹസനം കാട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാൻ 12 വർഷത്തോളം LKG മുതൽ 10th വരെ ഞാൻ പഠിച്ച സ്കൂൾ എന്ന് പറയുന്നത് ചിന്മയ വിദ്യാലയയിലാണ്. അപ്പോൾ ചിന്മയ അറിയുന്നവർക്ക് അറിയാം, ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഗായത്രി മന്ത്രവും സരസ്വതി സ്തോത്രവും ഭഗവത്ഗീതയും ഹനുമാൻ ചാലീസയും ഒക്കെ വെച്ചിട്ടാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു പള്ളി പോയാൽ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തന്നെ എനിക്കൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ 100% വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും തന്നെയാണ് ഞാൻ ആ പൊങ്കാലയിട്ടത്. പിന്നെ ചിലർ പറയുന്നുണ്ട് അത്രയും നല്ലൊരു വേളയിൽ പോയി ഞാൻ അവരുടെ ആ ഒരു ഡിസ്റെസ്പെക്ട് ചെയ്തു അല്ലെങ്കിൽ അത് നാശമാക്കി കുളമാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു പൊങ്കാല ഇടാൻ പോകുന്നതിന് മുന്നേ പലരോടും ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അവര് പറഞ്ഞത് ജാതി മത വർണ്ണ ഭേദം ഒന്നുമില്ലാതെ വിശ്വാസത്തോടെ ഏതൊരു സ്ത്രീക്കും മനസ്സും ശരീരവും ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഇടാവുന്നതാണ് പൊങ്കാല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ക്രൈറ്റീരിയ എല്ലാം ഞാൻ ഫോളോ ചെയ്ത് മനസ്സും ശരീരവും എല്ലാം വൃത്തിയാക്കി പൊങ്കാല ഇടണം എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ തന്നെയാണ് പൊങ്കാല ഇട്ടത്. ഇങ്ങനത്തെ ഉള്ള ഡിസ്റെസ്പെക്ട് ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് ഓക്കെ, അതിപ്പം ഏകദേശം 6 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവര് മാത്രമല്ല, വേറെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് കൂടി, ഒരു സൽമാൻ അങ്ങനെന്തോ പറയുന്ന അവരുടെ വൈഫും കൂടി, അവർ കല്യാണം കഴിഞ്ഞതാണ്. ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു. ആള് ഹിന്ദു ആണെന്ന് തോന്നുന്നു. ആ കുട്ടി ആള് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. കല്യാണം കഴിച്ചിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ വൈഫിന്റെ പാരന്റ്സും പിന്നെ പൊങ്കാല ഇടുന്ന സമയത്ത് സൽമാൻ എന്നാണെന്ന് തോന്നുന്നു എന്റെ വിശ്വാസം. ആളും ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. അവരുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് നല്ല നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാര്, നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമില്ലാത്ത പല അന്യ മതത്തിൽപ്പെട്ട ആൾക്കാരും ഈ പറയുന്ന പോലെ പൊങ്കാല ഇട്ടിട്ടുണ്ട്. ഇവർ പറയുന്നുണ്ട് അതിനകത്ത് അവർ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി നിൽക്കുന്ന ആൾക്കാര് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്നുമില്ലെങ്കിൽ 2-3 പ്രാവശ്യം ആലോചിക്കും. കാരണം ഇത് എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് പാമ്പായിട്ട് നമ്മളെ നേർക്ക് തന്നെ വന്ന് കൊത്തരുത് എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ജാതി മത വർണ്ണ ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏത് സ്ത്രീക്കും പൊങ്കാല ഇടാ എന്നാണ്. ഇവരെ അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് പോയിട്ട് പൊങ്കാല ഇട്ടിട്ടുള്ളത്. ആർക്കാണ് ഇത്ര പ്രശ്നം? ഞാൻ ചിന്തിക്കുന്നതാണ്, ആർക്കാണ് ഇത്ര പ്രശ്നം? ഇപ്പൊ പൊങ്കാലയിട്ട ആൾക്കോ ആളുടെ വീട്ടുകാർക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതെങ്ങനെയുള്ള ടീംസാണെന്ന് അറിയാം ഇങ്ങനെ വന്നിരുന്നു പറയുന്നത്. ഒരു പണിയുമില്ല, ഒരു ത്വരവുമില്ല, വെറുതെ വീട്ടിൽ കുത്തിരിക്കുന്ന ടീംസ് ഉണ്ടാവുമല്ലോ, അവർക്കാണ് ഈ പ്രശ്നം. എല്ലാരും ഒന്നായി പോയാലോ? മനസ്സിലായോ? ഞാൻ ചിന്തിക്കുന്ന അതല്ല. ഇതേ കേരളത്തിലാണ് കുറച്ചു ദിവസം മുന്നേ കേരള സ്റ്റോറി 2ന്റെ ട്രെയിലറിൽ ബീഫ് കഴിക്കാൻ പ്രേരിപ്പിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒത്തൊരുമയും ഒരുമിച്ചിട്ട് 10 കിലോ ബീഫ് കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്നൊക്കെ പറഞ്ഞ ടീംസാണ്. ആ മലയാളികളാണ് ഈ പറയുന്ന റനീഷ എന്ന് പറയുന്ന ആള് പൊങ്കാല ഇട്ട സമയത്ത് ആളെ കയറി കമന്റ് ബോക്സിൽ പൊങ്കാല. അത് എങ്ങനെയാണത്? അമ്മയെ തല്ലിയാൽ പോലും 4 ഭാഗം പറയുന്ന ടീംസ് ഉള്ള നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നേ? അതാണ് കേരള സ്റ്റോറി. ഞാൻ ചിന്തിച്ചു പോയത് അതാണ്. അപ്പൊ എല്ലാവർക്കും എന്തൊരു നാവായിരുന്നു, എന്തൊരു ഒത്തൊരുമയായിരുന്നു നിങ്ങൾക്കൊക്കെ. ഈ കാര്യത്തിൽ അതില്ല. അല്ലെങ്കിൽ ഒരു മതത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ച് ബാക്കിയുള്ള മതത്തെ നമ്മള് പിന്നെ അതിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. പല ആൾക്കാരും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള കുട്ടികള് നമ്മുടെ സ്കാർഫ്, മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ടിട്ടുള്ള കുട്ടികള് സ്കാർഫ് ക്ലാസ്സിലൊക്കെ ചുറ്റി കൊടുത്തിട്ട് അതൊക്കെ റീലിട്ട് കഴിഞ്ഞാൽ എന്ത് സപ്പോർട്ടാണെന്നറിയൂ. സപ്പോർട്ട് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കണ്ട, സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും. അതേ സപ്പോർട്ട് തന്നെ ഇവിടെയും നിങ്ങൾ കൊടുത്തേ പറ്റൂ. അത് വ്യത്യാസമൊന്നുമില്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഹിജാബ് ഇട്ടപ്പോ ഭയങ്കര വാവ് സുന്ദരിക്കുട്ടി മൊഞ്ചത്തിക്കുട്ടിയായി, മൊഞ്ചത്തി എന്നൊക്കെ ഉള്ള സാധനങ്ങൾ വരും. ഇവിടെ മാത്രം നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം അല്ലേ? നിങ്ങളൊക്കെയാണ് ഇവർക്ക് ചെലവിന് കൊടുക്കുന്നേ, മനസ്സിലായില്ലേ? ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമേ നിങ്ങളില്ല കേട്ടോ. റനീഷ എന്ന് പറയുന്ന അവരുടെ അടുത്താണ്. നിങ്ങൾ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പണിയില്ല. കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ബാക്കിയുള്ളവർക്ക്. ഇവൻ എന്റെ വീട്ടിൽ അമ്മമ്മക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളെയൊക്കെ നല്ല വൃത്തിയിൽ അറിയാം. സീരിയൽ ആർട്ടിസ്റ്റുകളാണ്, നിങ്ങളുടെ സീരിയലുകളൊക്കെ കാണുന്ന ആൾക്കാരാണ് അവരൊക്കെ. ഈ കമന്റ് ഇട്ട ആൾക്കാർ എന്നെ നിങ്ങളെ സീരിയൽ കാണുന്നവരായിരിക്കും തീർച്ചയായിട്ടും.
അതൊന്നും മൈൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട. ഇത് അങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ട്. എന്ത് ചെയ്യണം എന്ന ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്, നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോവാറുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്തൊരു കാര്യം തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കാസർഗോഡുള്ളവർക്ക് അറിയാം, മാലിക് ദിനാർ പള്ളിയിൽ പോയി ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഒരു രീതിയാണ് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാണ്ടിരിക്കൊന്നുമില്ല. അത് പറയാൻ ആളുമല്ല. അതാണ് ആദ്യത്തെ കാര്യം. ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ ഓൺലൈൻ മീഡിയാസ് ഒരുപാട് ആൾക്കാരെ ക്യാപ്ചർ ചെയ്തിട്ടിട്ടുണ്ട്. ക്യാപ്ചർ ചെയ്തിട്ട് മീൻസ് അവരിപ്പം സാരിയാണ് ഉടുക്കുന്നത്, അങ്ങനെ നിയമമുണ്ടോ അതെനിക്കറിയില്ല. കാരണം എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. സ്ത്രീകൾ സാരി ഉടുത്തിട്ട് തന്നെ പൊങ്കാല ഇടണം അങ്ങനെ നിയമം അങ്ങനെ ഉണ്ടോ, ആ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് എല്ലാവരെയും സാരി ഉടുത്തിട്ടാണ് കണ്ടിട്ടുള്ളത്. നോർമലായിട്ടുള്ള സാധാരണക്കാരായ ആരെയും ഓൺലൈൻ മീഡിയ കവർ ചെയ്തിട്ടില്ല. കുറച്ചൊരു ഫേസ് വാല്യൂ ഉള്ള എല്ലാവരെയും കവർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സാരി ഉടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അവരുടെ ക്ലിവേജ് കാണുന്നുണ്ട്, വയർ നല്ല രീതിയിൽ കാണുന്നുണ്ട്, കാണാനായിട്ട് ഇട്ടിട്ട് വന്ന ആൾക്കാരുണ്ട്. ഇല്ലാന്നൊന്നും ആരും പറയണ്ട, അത് നമുക്കും മനസ്സിലാവും. നമ്മളും സാരി ഉടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾക്ക് സാരി ഉടുത്താൽ എങ്ങനെയൊക്കെ നിൽക്കും, എങ്ങനെയൊക്കെ ഉടുക്കാം എന്നൊക്കെ നമുക്കറിയാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നോർമലി കുനിയുമ്പോൾ ക്ലിവേജ് കണ്ട ആൾക്കാരുണ്ട്, കാണാനായിട്ട് കുനിഞ്ഞ ആൾക്കാരുണ്ട്. സാരി ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും എന്റെ വയറ് നന്നായിട്ടൊന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏത് പൊട്ടനും മനസ്സിലാവും കാണിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ഉടുത്തിട്ട് വന്നതാണെന്നുള്ളത്. വളരെ മാന്യമായിട്ട് സാരി ഉടുത്ത് എത്രയോ അമ്മമാർ അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഈവൻ ഐ ആം എ വുമൻ. അപ്പൊ എനിക്കറിയാം, നമ്മൾ സാരി ഉടുത്തിട്ട് ഈ ഒരു പോർഷൻ ഇങ്ങനെ നമ്മളിങ്ങനെ മുന്താണി ഇങ്ങനെ വരുമല്ലോ, അത് കുനിയുന്ന സമയത്ത് നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം അനുസരിച്ചിട്ട് ഈ ഒരു കവർ ചെയ്യുന്നതനുസരിച്ച് അത് താഴുമ്പോൾ സ്കിന്ന് കാണും എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ഒരു ഓപ്ഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസ് നമ്മളെ കവർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ തോർത്ത്, എനിക്കൊന്നാ നിവേദിത അങ്ങനെ എന്തോ ഒരു കുട്ടീന്റെ അമ്മ, ഏതാണ് നിലക്കുയിൽ, അയ്യോ നിലക്കുയിൽ എവിടുന്നൊക്കെയോ ഒരു തോർത്തൊക്കെ സംഘടിപ്പിച്ച് മോളെ ഇങ്ങനെ, അതൊക്കെ ഒരു കുഞ്ഞു കുട്ടിയാണ്, പിന്നെ മോളെ ഇവിടെയൊക്കെ തോർത്തിട്ടു. അത് നിങ്ങൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ബോഡി എക്സ്പോസ് ചെയ്യണ്ട എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കയ്യിൽ ഞാൻ തോർത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കമ്പൽസറി ആണെന്ന് തോന്നുന്നു. അപ്പം അത് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മേത്തിട്ടിട്ട് ഓൺലൈൻ മീഡിയാസ് കവർ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. ഈ വീഡിയോസ് വന്ന എല്ലാ പിന്നെ ഭക്തജനങ്ങളും അത് കാണുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലുള്ള പ്രഹസനങ്ങൾ കഴിഞ്ഞപ്പോൾ, പ്രഹസനത്തിനായിട്ട് വന്ന ആൾക്കാർ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇല്ല ഒന്നും ആരും പറഞ്ഞുകൊണ്ട് വരണ്ട. അത് കഴിഞ്ഞ് കുറെ ആൾ കേസൊക്കെ കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. എന്റെ ശരീരഭാഗങ്ങൾ അങ്ങനെ ചിത്രീകരിച്ചു, ഇങ്ങനെ ചിത്രീകരിച്ചു. നിങ്ങൾ കാണിക്കാത്ത എന്തെങ്കിലും ഭാഗങ്ങൾ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നോ? ഓൺലൈൻ മീഡിയാസ് നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നിങ്ങൾ ചേറ്റകളാണ്, അത് വേറെ കാര്യം. പറഞ്ഞ പോലെ പൊങ്കാലൊക്കെ വന്നാൽ അരി തിളക്കുന്നതിന് പകരം ക്ലിവേജും പിന്നെ അതുപോലെ തന്നെ നേവലൊക്കെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. പൊങ്കാലയുടെ അരിയില്ല, അരി പൊങ്ങി വരുന്നതില്ല, പഴം മുറിച്ചിടുന്നില്ല, ശർക്കര മുറിച്ചിടുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി തന്തയില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്റെ കൺമുന്നിൽ ഈ പറയുന്ന ആൾക്കാർ ക്യാമറയുമായിട്ട് വന്നു നിൽക്കുന്നത് ഞാൻ വളരെ ഈസി ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്നെ ശ്രദ്ധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാം കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ അടുത്ത് അപ്പം തന്നെ പറയാം, എന്നെ ഷൂട്ട് ചെയ്യരുത്, ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് എൻ്റെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയാക്കി ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് അത്രയും വിശ്വാസത്തോടു കൂടി ഞാൻ പൊങ്കാലയിടാൻ വന്നതാണ്, എന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്യരുത് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടും അവർ ഷൂട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കേസ് കൊടുത്തതിലോ നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കിയതിലോ ചെവിക്കല്ല് തച്ച് പൊളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആർക്കും ഒന്നും പറയാനില്ല, നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യും. ഇതല്ല, ഇത് എല്ലാ സൈഡിൽ നിന്നും നല്ല രീതിയിൽ പോസ് കൊടുത്തിട്ട് അവസാനം വന്നിട്ട് ഒരാളല്ല കേട്ടോ, ഈ എല്ലാ സൈഡിൽ നിന്നും പോസ് കൊടുത്ത് വരട്ടെ അങ്ങ് കാണട്ടെ എന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി കുറച്ചും കൂടി കഴിയുമ്പം ഇതിനേക്കാൾ വേസ്റ്റ് ആവുകയല്ലാണ്ട് കുറയില്ല. വിശ്വാസത്തോട് കൂടിയിട്ട് വർഷങ്ങളായിട്ട് ഈ പറയുന്ന പോലെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ വരുന്ന എത്രയോ അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, പെൺകുട്ടികളുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അതിൽ കുറെ ആൾക്കാർക്ക് പ്രതികരിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സ്പോട്ടിൽ തന്നെ പ്രതികരിച്ച ഒരുപാട് ആൾക്കാരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിശ്വാസത്തോടു കൂടി വരുന്ന ആൾക്കാർക്ക് വരെ ഇങ്ങനെയുള്ള കുറച്ച് ടീംസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഈ പ്രഹസനത്തിന് വേണ്ടി മാത്രം വരുന്ന ആൾക്കാർ. പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ അതൊന്ന് എനിക്കത് അറിയാത്തത് കൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ പൊങ്കാല ഇടാൻ വരുന്ന സ്ത്രീകൾ സാരി നിർബന്ധമാണ്, അങ്ങനെയുണ്ടോ? അതിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാം, അങ്ങനെയാണോ? സാരി തന്നെ വളരെ നല്ല രീതിയിൽ ഉടുത്ത് പോകാൻ പറ്റും. പക്ഷെ എന്നാലും ഒരു രസമല്ലേ അല്ലേ, കാണുന്നവർക്കും കാണിക്കുന്നവർക്കും. എന്തായാലും ഇതായിരുന്നു എനിക്ക് ഈ ഒരുപാട് പേര് എനിക്ക് പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് റീൽസ് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ളത്. എന്തു തന്നെ ആവട്ടെ, എല്ലാവരും ജാതി മത വർണ്ണ വിവേച ഭേദമന്യേ അടിപൊളിയായിട്ടിരിക്കുക.